Hey friends, this is Joy Kakudurgal. Welcome to our channel. നമ്മൾ ക്ലാസ് ആരംഭിച്ചത് ഹെൽപ്പിംഗ് വെർബിനെ ബേസ് ചെയ്തുള്ളൊരു പഠന രീതിയാണ് നമ്മൾ ആരംഭിച്ചു വന്നത്. ഇതിനോടകം തന്നെ നമ്മൾ ബി ഫോം അതിലുള്ള ആമി സർ വാസ് വെയർ തുടങ്ങിയ വാക്കുകളെ കുറിച്ചാണ് പഠിച്ചു വന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു എന്ന ഫാമിലിയെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ഡു ഡസ്. ഇതിൽ ഡു ആൻഡ് ഡസ് ഇത് രണ്ടും പ്രസന്റ് ടെൻസാണ്. ഡു ബഹുവചനവും ഡസ് ഏകവചനവുമാണ്. ഇത് രണ്ടിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെയ്യുന്നു, ചെയ്യുക, ചെയ്യാറുണ്ട് എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. ചെയ്യുക, ചെയ്യുന്നു, ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ഇത് നമ്മുടെ പതിവുകളെ കുറിച്ച് പറയാനാണ്. നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നു, നമ്മൾ സ്ഥിരം ചെയ്യുന്ന വാക്കുകളെ നമുക്ക് പറയാൻ ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിവിധ രൂപങ്ങളുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഇതിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ഹെൽപ്പിംഗ് വെർബില്ലാത്ത ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റണമെങ്കിൽ ഡു ഓർ ഡസ് ഓർ ഡിഡ് ഈ മൂന്ന് വാക്കുകളിൽ ഒരെണ്ണം വേണം. എന്തുകൊണ്ടെന്നാൽ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റണമെങ്കിൽ ഒരു ഹെൽപ്പിംഗ് വെർബിന് ശേഷമായിരിക്കണം നോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത ഒരു സെന്റൻസിൽ ഡു ഡസ് ഡിഡ് ഇതാണ് അതിൻ്റെ ടെൻസ് നോക്കി വരുന്നത്. നമുക്കിനി സെന്റൻസുകളിലേക്ക് പോകാം. ഓക്കെ, he comes here daily. Comes is the verb. What we have learned? We have to add a note after a helping verb for getting a negative sentence. ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഹെൽപ്പിംഗ് വെർബിന് ശേഷം നോട്ട് ആഡ് ചെയ്യണം. ബട്ട് ഇൻ ദിസ് സെന്റൻസ് there is not a direct helping verb. ഈ സെന്റൻസിൽ നേരിട്ടൊരു ഹെൽപ്പിംഗ് വെർബ് ഇല്ല. So we have to take the verb. വെർബിനെ എടുക്കണം. ഇതാണ് which is the verb? Comes is the verb. Comes എന്ന വെർബ് എന്താണ്? We have to split into two. ഇത് രണ്ട് വെർബുകളുടെ ഒരു കോമ്പിനേഷനാണ്. കംസ് എന്ന് പറയുന്നത് രണ്ട് വെർബുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് കം എന്ന് വരും. ഡസ് കം എന്ന് വരും. കമ്മിനെ ഡസ് ചെയ്യുമ്പോൾ കംസ് എന്ന് വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് കം എന്ന് വരും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഒരു ഹെൽപ്പിംഗ് വെർബ് നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്കൊരു ഹെൽപ്പിംഗ് വെർബ് കിട്ടി. സോ നമുക്ക് ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റുന്നതിന് ഹി ഡസൻറ്റ്, ഈ എസ് മീൻസ് ഡസ്. സോ ഹി ഡസ് നോട്ട് ഓർ ഡസൻറ്റ്. ഷോർട്ട് ഫോം ഡസൻറ്റ്, ഹി ഡസൻറ്റ്. പിന്നീട് കംസ് ഉണ്ടോ? ഇല്ല. ഡസൻ കം ഹിയർ ഡെയിലി. He doesn't come here daily. So comes നെഗറ്റീവായി മാറിയപ്പോൾ doesn't come എന്നായി മാറി. S is equal to does. Okay, verb S is equal to does in verb. Okay, he doesn't come. See another example. They come here daily. Here the verb is come. In this sentence also, as I told you, there is no direct helping verb. The main verb is come. So if you want to change this sentence as negative, we have to split the verb. നമ്മൾ ഇതിനെ നെഗറ്റീവായി മാറ്റണമെങ്കിൽ ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. കമ്മിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കം ഈസ് ഈക്വൽ ടു ഡു കം. ഡു കം എന്ന് കിട്ടും. കം ഈസ് ഈക്വൽ ടു ഡു കം. Now we got a helping verb do. So they do not or don't, they don't come here daily. അപ്പോൾ ഡയറക്റ്റ് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റുന്നതിന് ഈ ഡു ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് പ്രസന്റ് ടെൻസിൽ രണ്ട് വാക്കാണ്, ഡു ആൻഡ് ഡസ്. പാസ്റ്റ് ടെൻസിൽ ഇതിന്റെ രണ്ടിന്റെയും പാസ്റ്റ് ടെൻസ് ഡിഡ് ആണ്.
രണ്ടിൻ്റെയും പാസ്റ്റ് ടെൻസ് ഡിഡ് ആണ്. ആ ഡിഡിൻ്റെ ഉദാഹരണം നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ടു ചേഞ്ച് എ പോസിറ്റീവ് സെൻറ്റൻസ് ഇൻറ്റു നെഗറ്റീവ്. ലെറ്റ് us see some more examples. സോ അവൻ കളിക്കുന്നു എന്ന് പറയണമെങ്കിൽ, അവൻ കളിക്കാറുണ്ട്, കളിക്കുന്നു എന്ന് പറയണമെങ്കിൽ he plays. അവൻ കളിക്കുന്നു, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? he plays or കളിക്കാറുണ്ട്, കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കാറുണ്ട്. ഓക്കെ, ദെൻ ഇവൻ കളിക്കുന്നില്ല അല്ലെങ്കിൽ കളിക്കാറില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇതിൽ നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലേസ് എന്ന വെർബിനെ ഡിവൈഡ് ചെയ്യണം. സോ ഈ പ്ലേസ് എന്ന വെർബിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്ലേസ് എന്ന വെർബിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡസ് പ്ലേ എന്ന് കിട്ടും. ഡസ് പ്ലേ ഈസ് ഈക്വൽ ടു പ്ലേസ്. സോ ഈ പ്ലേസ് എന്നുള്ളത് നെഗറ്റീവ് ആകുമ്പോൾ ഈ ഡസൻറ്റ് പ്ലേ. He doesn't play. Okay, let us see some more example. She reads. She reads newspaper daily. Suppose she reads newspaper daily. She reads newspaper daily. Okay. So there is no direct helping verb in this sentence. So we have to find out the verb. Verb is reads. ഈ വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ഇൻറ്റു 2. ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? റീഡ്സ് ഈസ് ഈക്വൽ ടു ഡസ് റീഡ് എന്ന് കിട്ടും. നൗ വി ഗോട്ട് എ ഹെൽപ്പിംഗ് വെർബ്. സോ അവൾ ഡെയിലി പത്രം വായിക്കാറില്ല എന്നുള്ള അർത്ഥം പറയണമെങ്കിൽ, നെഗറ്റീവ് പറയണമെങ്കിൽ ഷീ ഡസൻറ്റ്. പിന്നീട് റീഡ്സ് ഉണ്ടോ? ഇല്ല, റീഡ്സ്. ഷീ ഡസൻറ്റ് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി. See some more examples. Come ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡു കം ആണ്. ഡു കം. കംസിനെ ഡിവൈഡ് ചെയ്യുമ്പോഴോ കംസ് ഈസ് ഈക്വൽ ടു ഡസ് കം. ഓക്കെ, ഇനി അതിൻ്റെ പാസ്റ്റ് ടെൻസ് കെയിം ആണെങ്കിലോ കെയിം ഈസ് ഈക്വൽ ടു ഡിഡ് കം. സോ ഡു കം, ഡസ് കം, ഡിഡ് കം. ഡു, ഡസ്, ഡിഡ്. ഇഫ് ദർ ഇസ് നോട്ട് എ ഡയറക്റ്റ് ഹെൽപ്പിംഗ് വെർബ് ഇൻ എ സെന്റൻസ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നത് ഡു, ഡസ്, ഡിഡ് ആണ്. അത് പ്രസന്റ് ടെൻസ് പ്ലൂറൽ ആണെങ്കിൽ ഡു വരും, സിംഗുലർ ആണെങ്കിൽ ഡസ്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ്. മറ്റൊരു വെർബ് നോക്കാം. ഈറ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡു ഈറ്റ് എന്ന് വരും. ഓക്കെ, ഈറ്റ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡസ് ഈറ്റ്. ഏറ്റ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയി ഏറ്റ് എന്ന് പറയുമ്പോൾ ഡിഡ് ഈറ്റ്. ഈ വിധത്തിൽ വെർബിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വെർബിന് ഒരു ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റുകയുള്ളൂ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഷീ ഗോസ് ടു സ്കൂൾ ഡെയിലി. അവൾ ഡെയിലി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഷി ഗോസ് ടു സ്കൂൾ ഡെയിലി. അവൾ എല്ലാ ദിവസേന സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ സെൻറ്റൻസിനെയും നമ്മൾ നെഗറ്റീവ് ആക്കി മാറ്റുന്നതിന് ഡയറക്റ്റ് ഹെൽപ്പിംഗ് വെർബ് ഇല്ല. സോ മെയിൻ വെർബ് അതാണ് ഗോസ് ആണ്. ഈ ഗോസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും ഡസ് ഗോ എന്ന് കിട്ടും. ഡസ് ഗോ. ഓക്കെ, സോ അവൾ ദിവസേന സ്കൂളിൽ പോകാറില്ല എന്ന് പറയണമെങ്കിൽ ഷീ ഡസൻറ്റ്. പിന്നീട് ഗോസ് ഉണ്ടോ? ഇല്ല, ഓൺലി ഗോ. നമ്മുടെ ഇവിടെ
yes form and is equal to doesn't. So she doesn't go to school daily. So this is the way to make a negative form if there is not a direct helping verb in a sentence. I hope that you understood it. Okay, we'll see you in the next class. The same subject will be continued again. Some more other forms are there for this verb. Okay, bye.